ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴ തോരുന്നു മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ രാജീവും ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അലീന ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗമാണ് ജയിച്ചതെന്നും, അതേസമയം അലീന എൻ്റെ ഭാഗമായിട്ട് പോകാതിരിക്കുകയാണെങ്കിൽ ഞാനാണ് വിജയിച്ചതെന്നും പറയുകയാണ്. ഇത് നിങ്ങൾ സമ്മതിച്ചു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അത് ഞാൻ സമ്മതിച്ചെന്ന് രാജീവും പറയുകയാണ്. പക്ഷേ ബലപ്രയോഗത്തിലൂടെ മാത്രം ഒരിക്കലും അലീനയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല എന്ന് പറയണമെങ്കിൽ അതിനെ എതിർക്കുമെന്ന് പറഞ്ഞിട്ട് മേശയ്ക്കകത്ത് തോക്കെടുത്ത് രാജീവിന് നേരെ ചൂണ്ടുകയാണ്. അപ്പോൾ രാജീവ് ഒന്ന് പേടിക്കുകയാണ്. ഇതിൽ 6 ബുള്ളറ്റ് ഉണ്ടെന്നും ഇത് ലോഡഡ് തോക്കാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാജീവ് പറയുകയാണ്, ഇത് എൻ്റെ തലയുടെ അവിടെ നിന്നൊന്ന് മാറ്റുമെന്നൊക്കെ പറയുകയാണ്. എന്താ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ തോക്ക് ബാലചന്ദ്രൻ സ്വയം നെറ്റിയിൽ വെക്കുകയാണ്. എനിക്ക് പേടിയില്ല കേട്ടോ, എനിക്ക് ജീവിതമേ വെറുത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ തോക്ക് മാറ്റുകയാണ്. എന്നിട്ട് രാജീവ് പറയുകയാണ്, എന്തായാലും അലീന നാളെ പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, അവൾ പോട്ടെ, അപ്പോൾ നമുക്ക് നാളെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് രാജീവ് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണജിയും ബബിതയും ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അവിടെ വൈജയന്തി നിൽക്കുന്ന കാണിക്കണം. അപ്പോൾ രണ്ടുപേരും കൂടി ഓടി വരികയാണ്. അമ്മ വന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ വൈജയന്തി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്നൊക്കെ കൃഷ്ണജ മോള് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. അമ്മയുടെ പെട്ടിയും കിടക്കുകയും എടുത്തുകൊണ്ടാണ് വന്നതെന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും ഒരു മറുപടി ഇല്ല. അങ്ങനെ ആ സമയം നിൽക്കുമ്പോഴാണ് രാജീവ് മുകളിൽ നിന്ന് വരുന്നത്. രാജീവ് അങ്കിളെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ രാജീവിൻ്റെ അടുത്ത് പോയി കുശലാന്വേഷണമൊക്കെ നടത്തുകയാണ്. ഇപ്പോൾ എന്നിട്ട് വൈജയന്തി ചോദിക്കുകയാണ്, എന്താണ് അവിടെ സംസാരം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അയാൾ ആകപ്പാടെ മനസ്സ് കൈവിട്ടൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പഴയ ബാലചന്ദ്രനെ അല്ല, അയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്, ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്നൊക്കെ പറയുകയാണ്. അയാൾ എനിക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് പറഞ്ഞപ്പോഴാണ് തോക്ക് ചൂണ്ടിയെന്ന് വൈജയന്തി ചോദിക്കുകയാണ്. അത് മറ്റൊന്നും അല്ല, അലീന ഇവിടെ പറഞ്ഞു വിടുമ്പോൾ ബലപ്രയോഗം പാടില്ലെന്നാണ് അയാളുടെ ഡിമാൻഡ്. അല്ലാതെ അവൾ പോകണം, അവൾ പോയാൽ നമ്മൾ ജയിച്ചൊന്നും, പോയില്ലെങ്കിൽ അയാൾ ജയിച്ചു എന്നാണ് വാദിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ രാജീവ് പറയുകയാണ്. ആ സമയം അവിടെ രോഹിത് വരികയാണ്. അപ്പോൾ രോഹിത്തിനെ കാണുമ്പോൾ രാജീവിന് വളരെ സന്തോഷം ചോദിക്കണം, അവനോട് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അപ്പോൾ എന്നിട്ട് രാജീവ് പറയുകയാണ്, അലീന എവിടെയും ചോദിക്കുകയാണ്. അപ്പോൾ അലീന അത് അടുക്കളയിൽ നിൽപ്പുണ്ട്, അവളോട് ഞാൻ ഒരു വാണിംഗ് കൂടി കൊടുത്തിട്ട് പോകും, അതാണ് നല്ലതെന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ ബാലചന്ദ്രൻ ചിലപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഒരു കാരണവശാലും അവളുടെ മനസ്സ് മാറരുത് എന്ന് പറഞ്ഞിട്ട് രാജീവ് നേരെ അടുക്കളയിലിട്ട് പോവുകയും അലീനയോട് സംസാരിക്കുകയാണ്. അപ്പോൾ നീ നാളെ പോകുന്നെന്നുള്ള കാര്യം കൺഫേം തന്നെയല്ലേ എന്ന് ചോദിക്കണം. അതേന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഇവിടെ എല്ലാവരോടും തിരക്കിയാണ്, നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ഞാൻ വരുന്ന വഴി ഞാൻ മനസ്സ് വിചാരിച്ചുകൊണ്ട് വരികയാണ്, എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർത്ത നിൻ്റെ കപാലക്കുറ്റി നോക്കി ഒന്ന് അടിക്കണമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നിന്നെ അടിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ചെയ്തില്ല. അത് ബാലചന്ദ്രനെ പേടിച്ചിട്ടോ ബാലചന്ദ്രൻ്റെ കയ്യിരിക്കുന്ന തോക്കിനെ ഭയന്നിട്ടോ അല്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. പറഞ്ഞപ്പോൾ നീ അനുസരിച്ചു, നാളെ പോകാമെന്ന്, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. പിന്നെ ഞാൻ ഈ പാലയിൽ ജനിച്ച് ജീവിച്ചവനാണ്, എനിക്കിവിടെയുള്ള ഗുണ്ടായുസവും അടിപിടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ സിംഗപ്പൂർ ജോലിക്ക് പോയതെന്നൊക്കെ രാജീവ് പറയുകയാണ്. നീ നാളെ ഇനി യാത്ര പറയാനൊന്നും നിൽക്കണ്ട, നേരെ അങ്ങ് ഇറങ്ങി പോയാൽ മതിയെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയം അവിടെ വൈജയന്തി വരികയാണ്. നീ ഇനി ഒരു യാത്രയും പറയേണ്ട, ഒന്നും പറയണ്ട, നീ ഒന്ന് ഇറങ്ങി തന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. നാളെ നേരം വെളുക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്, നീ ഒന്ന് പോയി കിട്ടുമല്ലോ എന്നൊക്കെ വൈജയന്തി പറയുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വളരെയധികം വിഷമാവുന്നു, എത്രയായാലും തൻ്റെ അമ്മയാണല്ലോ വൈജയന്തി. അത് കഴിഞ്ഞ് അലീന പറയണം, എനിക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് ഒരു ഇഷ്ടക്കേടും ഇല്ല, ഞാൻ പോകാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ബാലചന്ദ്ര സാറാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു എന്നൊക്കെ പറയുകയാണ്. പിന്നെ വൈജയന്തി മാഡത്തിനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല, മാഡം ഇപ്പോൾ ഈ കാണിക്കുന്നതിനൊക്കെ ഒരു സമയം പശ്ചാത്തപിച്ച് കരയും, അന്ന് മാഡം എന്നെ അന്വേഷിച്ച് വരണമെന്നൊക്കെ അലീന പറയുകയാണ്. എന്നിട്ട് അലീന പൊട്ടിക്കരയണം. അപ്പോൾ വൈജയൻ ചോദിക്കുകയാണ്, ഇവിടെ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് രാജീവേട്ട പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന അതിനൊന്നും മറുപടി നൽകിയില്ല. അപ്പോൾ രാജീവ് പറയണം, ഞാൻ എന്തായാലും ഇത്രയൊക്കെ ആക്കി വെച്ചല്ലോ, ഇനി നാളെ ഞാൻ വരാം, അപ്പോൾ എന്തായാലും 12 മണിക്ക് അവൾ പോകുമല്ലോ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വരാം, അഥവാ പോയില്ലെങ്കിൽ ബാക്കി കാര്യം നമുക്ക് എന്തെന്ന് അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് രാജീവ് പോവുകയാണ്. എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ അലീന മുത്തശ്ശിയോട് ചെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് പോകാൻ ഇഷ്ടമാണോ മോളെയും ചോദിക്കുകയാണ്. ഞാൻ പോകണം മുത്തശ്ശി, എങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറുള്ളൂ, ഇനി ഞാൻ ഇവിടെ പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. അതിന് ബാലചന്ദ്രൻ സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇല്ല, ബാലചന്ദ്രൻ സാർ ഒരിക്കലും സമ്മതിക്കില്ല, പക്ഷേ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ, ഞാൻ കാരണം ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട, പിന്നെ
രേവതി കുട്ടിയെ വിളിച്ച് പറയണമെങ്കിൽ അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളും, മാമച്ചനങ്ങൾ ഗ്രേസി ആൻറ്റിയൊക്കെ വരുമെന്ന് അലീന പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ബെല്ലടി കേൾക്കുകയാണ്. അപ്പോൾ അലീന അങ്ങോട്ട് ചെല്ലുകയാണ്. ബാലചന്ദ്രൻ ബെല്ലടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അലീന തിരിച്ചു പോവുകയാണ് കയറാതെ. അപ്പോൾ നീ എന്തായിട്ട് കയറാതെ പോകുന്നത്, നിന്നെയാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ മാഡം പോകാനായിട്ട് പറയണം. അയ്യോ ഞാൻ പോയി ഇനി വായിരിക്കണം കേൾക്കണം, നീ തന്നെ ഒന്ന് ചെന്ന് മോൻ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അലീനയെ കയറ്റി വിടുകയാണ്. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് എത്തുകയാണ്. എന്താണ് ഇത്ര താമസം നിനക്ക് വരാനായിട്ട്, ഞാൻ എത്ര പ്രാവശ്യം ബെല്ലടിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അത് താഴെ മാഡം ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു മാഡം വരുമെന്ന്. മാഡോ, ഒരു മാഡം വരണ്ട, അപ്പോൾ മാഡം വരുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ നിന്നത്, എന്നെ പറഞ്ഞു വിടുകയായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഇവിടെ വന്നാൽ ഞാൻ വേഷം കൊടുക്കുമെന്ന്. വൈജയുടെ സഹോദരൻ രാജു നിന്നെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് എന്നെ കണ്ടിരുന്നെന്നും നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് പോകണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതനുസരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇവിടെ ഒരിക്കലും നിൽക്കുന്നില്ല സാർ, ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാകുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോൾ നീ എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, അപ്പോൾ നീ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ്. അതേ സാർ, എനിക്ക് ഇനി ഇവിടെ കിടന്ന് ശ്വാസം മുട്ടാൻ വയ്യ, എനിക്ക് ഇതിൽ നിന്നൊരു മോചനം വേണമെന്നൊക്കെ അലീന പറയുകയാണ്. ഇപ്പോൾ രാജീവ് പോയോ എന്ന് ചോദിക്കുകയാണ്. അത് അയാൾ പോയായിരുന്നു, നാളെ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്തായാലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ തന്നെയാണ് അവരെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. എന്നെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നതിനെക്കാട്ടി ഞാൻ സ്വയം ഇറങ്ങി പോകുന്നതല്ലേ സാർ നല്ലത്. അപ്പോൾ ഇനി സാറായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ ഇത്രയും നാൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു കുറച്ച് നാൾ മുമ്പ്, അത് നീ പാലിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അത് എനിക്ക് പാലിക്കണമെന്നുണ്ട് സാർ, പക്ഷേ എനിക്ക് ഒരുപാട് നാൾ ഇവിടെ നിൽക്കാമെന്നൊരു വാക്ക് ഞാൻ തന്നിട്ടില്ലല്ലോ എന്ന് അലീന ചോദിക്കുകയാണ്. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മകളായിട്ടാണ് കണ്ടിട്ടുള്ളത്, എൻ്റെ ഒരു പെറ്റാണ് നീ, എൻ്റെ ഒരു ഊന്ന് വടിയാണ്. അപ്പോൾ നിന്നെ ഞാൻ ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത് അലീന. അപ്പോൾ വൈജയന്തിയുടെയൊക്കെ ഞാൻ കാണിക്കുന്ന ക്രൂരത അവൾ എൻ്റെ കൂടെ ചെയ്തതിന് പകരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഭർത്താവും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൾ എന്നോട് ചെയ്തതെന്നൊക്കെ അലീനയോട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീന അമ്പരക്കുകയാണ്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ബാലചന്ദ്രൻ സാർ അറിഞ്ഞോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പക്ഷേ ഒന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്